ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ കായംകുളത്തേത് കരുനാഗപ്പള്ളിയിലേത് പറയുമ്പോൾ ഒരിടത്ത് സംസ്ഥാന കമ്മിറ്റി അംഗവും അപ്പുറത്ത് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ഇപ്പോൾ രണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കം അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. രണ്ട് വിഭാഗങ്ങളായി മാറുന്നു. ആ രണ്ട് വിഭാഗങ്ങളിലേക്ക് ഒരുപാട് പേർ ഒത്തുചേരുന്നു. അങ്ങനെ വിമതരുടെ പ്രതികരണം ഉണ്ടാകുന്നു. നേതാക്കളെ പൂട്ടിയിടുന്ന സംഭവം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാം. ഇപ്പോൾ മംഗലശ്ശേരിയിലെ മംഗലപുരം അല്ലേ, മംഗലപുരത്തേത് വേണമെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായി പറയാം. കാരണം അവിടെ ഒരു നേതാവ് മാത്രം ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നു എന്നുള്ള ഒരൊറ്റ മധുമുല്ലശ്ശേരിയെ മാറ്റുന്നു. മധുമുല്ലശ്ശേരിയെ തന്നെ മാറ്റുന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഒറ്റ ഒരു നേതാവിൻ്റെ കാര്യമായി കാണാം. പക്ഷേ ബാക്കിയുള്ളിടത്തു നിന്ന് വന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു സംഘം, രണ്ട് സംഘമായി ചേരിതിരിഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അപ്പുറത്ത് നടപടി നേരിടുന്നവർ എങ്ങോട്ട് പോകുമെന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ അതിലാണ് കൊഴിഞ്ഞുപോക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതാണ് BJPയും പറയുന്നത്. ഞങ്ങളിത് വാതിൽ തുറന്നിട്ടിരിക്കുന്നു, ഇനി ഒരുപാട് പേർ ബിപിൻ സി ബാബുവിനെ പോലുള്ളവർ ആലപ്പുഴയിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമെന്നൊക്കെ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട സംഭവങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെയാണ്? കരുനാഗപ്പള്ളിയിലാണ്, പാലക്കാടുണ്ട്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടി ഓഫീസ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. EMS സ്മാരകം അല്ലേ, ഒരു ഓഫീസ് തന്നെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ ആളുകളല്ല, ഒരു സംഘം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ വിഭാഗീയത എന്നുള്ളത് ഈ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ, ഈ ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മാത്രം വന്ന കാര്യമല്ലോ, അതിനു മുമ്പേ കുറച്ചു കാലമായി തുടങ്ങിയ കാര്യമായിരിക്കാം എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് പാർട്ടി ആ ഘട്ടങ്ങളിൽ പരിശോധിച്ചിരുന്നില്ലേ? ഇപ്പോൾ ഈ സമ്മേളന കാലയളവിലാണോ? കറക്ഷൻ എന്ന വാക്കാണ് പാർട്ടി സെക്രട്ടറി ഉപയോഗിച്ചത്. അങ്ങനെയെങ്കിൽ നല്ല കാര്യം, തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള വിഭാഗീയതയാണ്? വിഭാഗീയത പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങളല്ല, മറ്റു പല കാര്യങ്ങളാണ് നമുക്കറിയാം. ഈ പറഞ്ഞ പോലെ ക്വാറി ബന്ധം, മണ്ണ് മാഫിയ ബന്ധം, അല്ലെങ്കിൽ ലൈംഗികാരോപണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഈ സമ്മേളന കാലയളവിൽ മാത്രം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിനു മുമ്പേ അവരൊക്കെ അവിടെ തുടരുകയായിരുന്നു, അവരൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലായിരുന്നു എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. ഇനി നോക്കൂ, പയ്യന്നൂരിൽ വിഭാഗീയത കുറച്ചു കാലമായി കേൾക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഈ സമ്മേളന കാലയളവിൽ അതിശക്തമായി മാറിയിരിക്കുന്നു, രണ്ട് ചേരിയായി മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയും ഈ ഘട്ടത്തിൽ തന്നെയാണ് വരുന്നത്. പയ്യന്നൂരിലെ വാർത്ത, പയ്യന്നൂരിൽ വിഭാഗീയത പരിഹരിക്കാനാവാത്ത നാണക്കേടെന്ന ജില്ലാ കമ്മിറ്റി തന്നെ കണ്ടെത്തുകയാണ്. ഏരിയ കമ്മിറ്റി നേതാക്കൾ രണ്ട് തട്ടിലായി വന്നിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ പയ്യന്നൂരിൽ പാർട്ടി ഏറ്റവും ശക്തമായൊരു സ്ഥലമാണ്, അവിടെയും രണ്ട് വിഭാഗമായി മാറിയിരിക്കുന്നു. പാലക്കാട്ടെ സംഭവം, പയ്യന്നൂരിലെ സംഭവം, തിരുവനന്തപുരത്തെ സംഭവം, കരുനാഗപ്പള്ളിയിലെ സംഭവം, പിന്നെ ഗുരുതരമായ തിരുവല്ലയിലെ പ്രശ്നം വരുമ്പോൾ അവിടെ കെ കൊച്ചുമോനെ മാറ്റി മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീതും നൽകി. അപ്പോൾ അത് കർശനമായ നടപടിയെടുത്തു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് വിഭാഗീയതയും നടപടിയുമല്ല എന്നാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറയുന്നത്. അപ്പോൾ അവിടെ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായൊരു നടപടിയിലേക്ക് സംസ്ഥാന കമ്മിറ്റി എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേറെ രൂപത്തിൽ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ഇപ്പോൾ താഴെത്തട്ടിലെ തർക്കങ്ങളെ വന്നിട്ടുള്ളൂ. ഇനി സമ്മേളനം മുകളിലേക്ക് പോകുമ്പോഴാണ് മുകളിൽ തട്ടിൽ പ്രശ്നമുണ്ടോ എന്ന് പറയാനായിട്ടില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തുടങ്ങി അത് കറക്ഷൻ നടത്തുന്ന നല്ല കാര്യം. തിരുത്തൽ നടത്തി തന്നെയേ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ തിരുത്തൽ നടത്തുന്ന ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് ജനാധിപത്യം നന്നായി നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് പരസ്പരം വിമർശനങ്ങളാകാം, ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണെന്നൊക്കെ CPM പറയാം. പക്ഷേ ഏത് വിഷയത്തിലാണ്, എത്ര അരാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണ്? ഈ മധുമുല്ലശ്ശേരി എങ്ങനെയാണ് ഇത്ര കാലം പാർട്ടിയുടെ നേതൃത്വത്തിൽ തുടർന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. നാളെ ഇറങ്ങിയ ഉടനെ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല, തനിക്ക് അടുത്ത പാർട്ടിയുണ്ട് എന്ന് പറയുന്ന ഒരു നേതാവാണല്ലോ ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് പാർട്ടി വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ കറക്ഷൻ നടത്തി മുന്നോട്ട് പോകട്ടെ, നന്നായി വരട്ടെ. Meet the editors.